നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും എന്ന് ദാവീദ് 36-ാം സങ്കീർത്തനം പറയുന്നു. ദൈവത്തെ രസിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകി നമ്മളെ മാനിക്കുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിന്റെ പദ്ധതികൾ. ദൈവത്തിന്റെ പ്രകാരം വായിക്കുന്ന നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. അവന്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മീതെ ഉന്നതമായിരിക്കുന്നത് പോലെ ഉന്നതമായിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ സകല വഴികളിലും യഹോവയെ ഫലമേൽപ്പിച്ചിട്ട് അവനെ തന്നെ നാം ആശ്രയിച്ചാൽ ദൈവം അത് നിർവർത്തിച്ചു തരുമെന്ന് തിരുവചനത്തിൽ കൂടെ നമ്മൾ വാഗ്ദത്തം ചെയ്ത അരുമനാഥനായ കർത്താവിന് രാത്രി അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇത് യാദൃശ്ചികം സംഭവിച്ച ഒരു കാര്യമല്ല. നിശ്ചയമായി ദൈവത്തിന് ഇതേക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു കൺവെൻഷൻ ക്രമീകരിച്ചത്. മാനുഷിക ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവമല്ല ഇന്ന് രാത്രിയോട് നടക്കുന്നത്. ദൈവിക പ്രവർത്തനത്തിന് മുഴുവൻ ദൈവത്തിന്റെ യുവങ്ങളുടെ പദ്ധതിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവിക പദ്ധതി പ്രകാരം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ, ഒരു സുവിശേഷ യോഗം അറേഞ്ച് ചെയ്യുവാൻ ഞങ്ങൾ ദൈവത്തിന് ശരണപ്പെട്ടു. സഭാവ്യത്യാസമില്ലാതെ സഹോദരന്മാർ ഒരുമിച്ച് കൈകോർത്താണ് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ രക്ഷ, നിത്യരക്ഷ ഈ സിംഗപ്പൂരിലുള്ള മലയാളികളുടെ അടുക്കൽ ആവോളം എത്തിക്കുവാൻ, ഇതൊരു തുടക്കമായി മാറുവാൻ ദൈവസ്ഥനെ പ്രത്യാശിക്കുന്നു. ഇന്ന് രാത്രി മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോട് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയുടെ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ മലയാളി ക്രിസ്ത്യൻ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസ്ഥനെ കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ വിലപ്പെട്ടതായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയുടെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിളിക്കപ്പെട്ട എല്ലാവരും രാത്രി ഇവിടെ കടന്നു വന്ന് ദൈവജനം കേൾക്കുവാൻ, ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ താഴ്മയോടെ ഇന്ന് രാത്രി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച ആ സമയം മുതൽ ഇന്ന് രാത്രി വരെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഞങ്ങളെ പിൻപറ്റി ആവശ്യമാർന്ന ബുദ്ധിയും ജ്ഞാനവും വിവേകവും ആവശ്യമാർന്ന സകല നന്മകളും നൽകി ഞങ്ങളെ മാനിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ മീറ്റിംഗിൽ സംസാരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ക്ഷണിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനെ ക്ഷേമത്തോട് കൂട്ടിവരുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ഗാനങ്ങൾ ആരംഭിക്കുവാൻ ഞാൻ ക്ഷണിച്ച പ്രിയ സഹോദരനെ കൂട്ടിവരുത്തതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ദൈവിക അനുഗ്രഹം ഭാഗ്യപ്പെടുന്നതിനായി പ്രാപിക്കുന്നതിനായി ദൈവിക ശബ്ദം കേൾക്കുന്നതിനായി ഇന്ന് രാത്രി ഞങ്ങളെ പൂർണ്ണമായ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആരെങ്കിലും മീറ്റിംഗിൽ കടന്നു വരുവാൻ താല്പര്യത്തോടായിരിക്കുന്നു, തക്ക സമയത്ത് അവരെ കൂട്ടിവരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും തിരുകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാം ശബ്ദവും ഉചിതമായി ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ